ഒരു ആർമിയില് ഞാൻ അഡ്മിൻ ആയിരുന്നു. ആ സമയത്ത് അതെ 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 ആ സമയത്ത് ഞാൻ അതിൽ പരിചയപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് ഞാൻ നല്ല ഫ്രണ്ട്ഷിപ്പിലായിരുന്നു. അതുകൂടാതെ ആ വ്യക്തി തന്നെ ഇന്ന് എന്റെ ലൈഫ് പാർട്ട്ണറായിട്ട് വരികയാണ്. ഏപ്രിൽ കല്യാണമാണ്. വാട്സാപ്പിൽ സാറിന്റെ നമ്പർ അയച്ചു തരും. അപ്പോൾ വാങ്ങിച്ചോളണം. എന്നിട്ട് എന്നെ കോൺടാക്ട് ചെയ്യണം. നിങ്ങളെ രണ്ടുപേരെയും കാണാം. കല്യാണത്തിന് വരാൻ പറ്റിയ തീർച്ചയായിട്ടും നോക്കാം. ബെസ്റ്റ് ഗെയിമർ ഓഫ് ബിഗ് ബോസ് സീസൺ 7 ആരെന്ന് എന്നോട് ചോദിച്ചു. ഇത് ലൈവിലുണ്ട്, ദെൻ എഡിറ്റഡിൽ വന്നില്ല, ലൈവിൽ ഈ സാധനം വന്നില്ല, ഇത് എഡിറ്റഡിൽ വന്നു എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ കേൾക്കാറില്ല. ഇതിൻ്റെ ഒരു രഹസ്യം കൂടെ ഞാൻ സാറിന് പറഞ്ഞുതരാം. ആനയുടെയും ആടിൻ്റെയും അന്തരമുണ്ട് ആര്യനെയും സാബുമാനെയും തമ്മിൽ കമ്പയർ ചെയ്താൽ. സാബുമാൻ ഒരു ബിഗ് ബോസ് മെറ്റീരിയലേ അല്ല, എന്നാൽ ആര്യൻ ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ്. ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അനീഷ് എളിമയുടെ അങ്ങ് അറ്റമാണ്, നിറകുടമാണ്, അങ്ങ് തറയിൽ തല വയ്ക്കും. ഞാൻ പറയുമ്പം 1-ാം സ്ഥാനം അക്ബറും 2-ാം സ്ഥാനം നെവിനും, അല്ലെങ്കിൽ 1-ാം സ്ഥാനം നെവിനും 2-ാം സ്ഥാനം അക്ബറും. രേണു സുധി എന്ന് ആലോചിച്ചാൽ ബീൻ ബാഗിൽ ഇങ്ങനെ തലയിൽ കൈയും കൊടുത്ത് ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്ന ഒരാളിനെ മാത്രമായിട്ടുണ്ട്. പിന്നെ നമ്മളിനി നെവിനിലേക്ക് പോയാൽ നെവിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നെവിൻ എനിക്ക് ആദ്യം തെറ്റിദ്ധാരണയായിരുന്നു, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, മോശമായി തോന്നി. അത് കഴിഞ്ഞതിന് ശേഷം ഷാനവാസിനോടൊപ്പം കിടന്നു എന്ന് പറയുന്ന ഒരു ഇൻസിഡൻറ്റ് കൊണ്ടുവന്ന് അവനെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് നെവിനിലെ മനുഷ്യനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. എന്നിൽ കുറേ മാറ്റം വരുത്തിയ ഒരു മനുഷ്യനാണ് നെവിൻ. നമ്മൾ പലപ്പോഴും എനിക്കാ പറയാം, ട്രാൻസ് വുമണിനെയും ട്രാൻസ് മെന്നിനെയും നമ്മൾ ഈ പറഞ്ഞ ലെസ്ബിയൻസിനെയും ഗേയെയും ഇവരെയൊന്നും LGBTQ ഇവരിലെ മനുഷ്യനെയും മനുഷ്യത്വത്തെയും ഒന്നും നമ്മൾ പലപ്പോഴും പുറം മോടിയിൽ നമ്മൾ കാണാറില്ല, നമ്മൾ ആരും അകം കൊണ്ട് ചിന്തിക്കാറുമില്ല. പക്ഷേ ഞാൻ ഇവരെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയപ്പോഴാണ്. ഇപ്പോൾ നാദിറ എൻ്റെ ഫ്രണ്ടാണ്. നാദിറെ വീട്ടിലേക്ക് വിളിക്കാൻ നാദിറയുടെ അച്ഛൻ്റെ അടുത്ത് ഞാൻ ആറ്റുകാൽ ഇവിടെ തിരുവനന്തപുരത്ത് അവർ താമസിക്കുന്നിടത്ത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ അടുത്താണ് അവരുടെ വീട്. ഞാനവിടെ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ കടയിൽ പോയി ഞാൻ സംസാരിക്കുകയും അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ പേഴ്സണലി സംസാരിച്ചു. എന്നിട്ട് നാദിറ വരുമ്പോൾ വിളിക്കണമെന്ന് പറഞ്ഞിരുന്നു. നാദിറെ ഞാനും ഫോണിൽ സംസാരിക്കും, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. അതുപോലെ അമ്മയ എന്ന് പറയുന്നത് ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. ഒരുപാട് ട്രാൻസ് കമ്മ്യൂണിറ്റി എനിക്ക് ഫ്രണ്ട്ഷിപ്പുണ്ട്. ഇവരുമായിട്ട് കൂടുതൽ അടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇവരിലെ ആ വേദനകളും വിഷമങ്ങളും ഇവരിലെ ഉള്ള ഒരു മനുഷ്യത്വവും ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ ഗേയും ഇതൊക്കെ നോക്കിയപ്പം ഈ പറഞ്ഞ ലെസ്ബിയനും ഗേയും ഇവരുടെ പാരൻസിനെ കൂടെ ഒന്ന് കൺസിഡർ ചെയ്യണമെന്നൊരാഗ്രഹം എനിക്ക് സ്ട്രോങ് ആയിട്ടുണ്ട്. പക്ഷേ ഇവരൊരു മനുഷ്യരാണ്. അപ്പം നെവിനെ മോശക്കാരനാക്കി ചിത്രീകരിക്കുന്ന ഒരു കാഴ്ചപ്പാട് വന്നു കഴിഞ്ഞപ്പോൾ അവനാകെ ഫുഡിയാണ്. അവൻ അത് മാത്രം ഒന്ന് മാറ്റി വെച്ചാൽ ബാക്കി എല്ലാം കൊണ്ടും ഈ ബിഗ് ബോസ് സീസൺ 7 ഏറ്റവും കൂടുതൽ എൻ്റർടൈൻമെൻറ്റ്സ് കൊടുത്ത ആളാരാണ്? നെവിനാണ്. ഏറ്റവും കൂടുതൽ രീതിയിൽ അവിടെ ആ വീട് ചലിപ്പിച്ചത് നല്ല രീതിയിൽ നെവിനാണ്. എല്ലാ മത്സരാർത്ഥികളോടും കമ്പനി കൂടുകയും സംസാരിക്കുകയും സഹകരിക്കുകയും അടിയുണ്ടാക്കിയെങ്കിൽ അടിയാണ്, സ്നേഹമെങ്കിൽ സ്നേഹം, എല്ലാവരുമായി സഹകരിച്ചു പോയ ആളാരാണ്? നെവിനാണ്. ആ വീടിനകത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഓവറാൾ ഫിഗറാണ് നെവിൻ. ഈ ഷാനവാസിനോടുള്ളത് മാത്രം ഉള്ള പിണക്കം ദീർഘനാൾ നിൽക്കുന്നത് ബാക്കി എല്ലാം അവൻ അന്നേരം 1 മണിക്കൂർ കൊണ്ട് സെറ്റാക്കുന്ന കാര്യം അവൻ പെട്ടെന്ന് സെറ്റാക്കും. സാറേ, നമ്മളിപ്പം ബസ്സിൽ കയറി ഒന്ന് ചേർന്ന് നിന്നാൽ ഉടനെ അതീ പറഞ്ഞ പോലെ അക്ബറിൻ്റെ ബസ്സിൽ കൊണ്ടുവന്ന് ജാക്കി വയ്ക്കുന്ന കണക്ക് അല്ലെങ്കിൽ കൊണ്ടുവന്ന് ചേർത്ത് വയ്ക്കുന്ന കണക്കൊന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി, അങ്ങനെ ആയിട്ട് കാര്യമില്ല. ചേർന്ന് നിന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മോശപ്പെട്ട രീതിയിൽ എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് പറ്റിയെന്ന് വരും. ഞാനത് മനസ്സവാച ചിന്തിക്കാത്തതാണെങ്കിൽ നിങ്ങൾ ചെയ്തത് എത്ര വലിയ പാപമാണ്. അവിടെ നിന്നാണ് നെവിനിലെ മനുഷ്യനെ കണ്ടുകൊണ്ട് ഞാൻ നെവിന് വേണ്ടി വീഡിയോ ഇട്ട് തുടങ്ങിയത്. എനിക്ക് ഒരുപാട് തെറികൾ കിട്ടുന്നുണ്ട്. എൻ്റെ ലൈഫിൽ ഇന്നുവരെ ഞാൻ കേൾക്കാത്ത അത്രയും തെറികളും അപമാനങ്ങളും ഒക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എല്ലാം ദൈവത്തിൽ സമർപ്പിക്കുന്നു. കാരണം എൻ്റെ പൂർവ്വകർമ്മങ്ങളിലോ ഇന്നലെ വരെ എന്തെങ്കിലും പാപങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഈ തെരുവിളിയിൽ തീർന്നു നോക്കുകയുള്ളൂ. എനിക്ക് കൂടുതൽ ദൈവാനുഗ്രഹം വരികയുള്ളൂ എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് ബെസ്റ്റ് ഗെയിമർ ഓഫ് ബിഗ് ബോസ് സീസൺ 7 ആരെന്ന് എന്നോട് ചോദിച്ചു. അതുപോലെ തന്നെ അവിടെ മറ്റേ മാർക്കിടുന്ന സമയം വന്നപ്പോഴത്തേക്ക് ആ ബെസ്റ്റ് ഗെയിമറിനെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞത് ആരെയാണ്? നെവിനെയാണ് പറഞ്ഞത്. ഷാനവാസ് എണീച്ചിട്ട് അനുമോൾ ബെസ്റ്റ് ഗെയിമർ എന്ന് പറഞ്ഞു. പക്ഷേ ഗെയിമർ ഏതാണെന്ന് ഷാനവാസ് അണ്ടർലൈൻ ചെയ്തു. ഏതിലാണ്? കള്ളത്തരം പറയുന്നതിൽ. മറ്റ് ഇത് കുറേ എണ്ണത്തിന് 0കളും 10 ഒക്കെ കൊടുത്തത് കണ്ടില്ല. അതിൻ്റെ എല്ലാത്തിൻ്റെയും ഗെയിമർ ആണെന്ന് പറഞ്ഞാണ് ഗെയിമറിന് 100 കൊടുത്തത്. പക്ഷേ നെവിൻ അങ്ങനെയല്ല. ഏറ്റവും പ്ലെയർ ഓഫ് ദി ഷോ എന്ന് പറയുന്നത്
നെവിനായിട്ടാണ് അവിടെ ആദ്യം അംഗീകരിക്കപ്പെട്ടത്. ദെൻ വിന്നർ ഓഫ് ദി ഷോ ആരെന്ന് ചോദിക്കുന്ന സമയത്താണ് ലാലേട്ടൻ്റെ മുമ്പ് വെച്ച് എവിക്റ്റായിട്ട് വന്ന മറ്റേ ഈ പയ്യൻ ഏതാ സാബുമാൻ്റെ അഭിപ്രായത്തിൽ ആരാണ് ഇതിൽ വിന്നർ ആവാൻ സാധ്യത എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്നവർക്കാണ് അവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്നത്. അപ്പോഴാണ് അക്ബർ വിന്നർ ആവാൻ സാധ്യത എന്ന് പറഞ്ഞത്. അപ്പൊ അകത്ത് നിൽക്കുന്ന മത്സരാർത്ഥികൾക്ക് നമ്മൾ കാണുന്നതിനേക്കാൾ നമ്മൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനും പറയാനും പറ്റും. അതിന്റെ ടെക്നിക്ക് സാറിന് അറിയാമോ? പറ്റും. കാരണം അവരെല്ലാം നേരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ 24 hours നേരിട്ട് കാണുകയാണ്. അപ്പോഴാണ് നമ്മുടെ പ്രേക്ഷകരെ പറ്റിക്കുന്ന കുറേ പേര് വന്നിട്ട് പറയുന്നത് ഇത് ലൈവിലുണ്ട്, ദെൻ എഡിറ്റഡിൽ വന്നില്ല, ലൈവിൽ ഈ സാധനം വന്നില്ല, ഇത് എഡിറ്റഡിൽ വന്നു എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ കേൾക്കാറില്ല. ഇതിൻ്റെ ഒരു രഹസ്യം കൂടെ ഞാൻ സാറിന് പറഞ്ഞുതരാം. ഏകദേശം 100ഓളം ക്യാമറ ഈ ഒരു ദിവസം അവിടെ നടക്കുന്ന ആ പ്രോഗ്രാം, ഈ 100 ക്യാമറ പോയിട്ട് 70 ക്യാമറ പോയിട്ട് 10 ക്യാമറയിലൂടെ ഒരേ സമയത്ത് സാറിന് കാണാൻ പറ്റുമോ? ഇല്ല. ഈ ഏതെങ്കിലും പ്രേക്ഷകർ കാണാൻ പറ്റുമോ? പലയിടത്തും ചാനൽ ഈ ടി വിയിലൂടെ കാണാൻ പറ്റുമോ? ഒന്നിലൂടെയും കാണാൻ പറ്റില്ല. അത് കാണാൻ പറ്റണമെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ CCTV ക്യാമറകൾ വെച്ചിട്ട് ഒരു വലിയ ക്യാമറയിൽ സ്റ്റാമ്പ് സൈസ് ഓരോ ക്യാമറയും കാണിക്കുന്നതാണ് കണ്ടാൽ ഇത് കാണാൻ പറ്റും. പറയുന്നുണ്ടായിരുന്നു, അടി നടക്കുന്ന സമയത്ത് വേണം മറ്റവന്റെ കയ്യെ പിടിച്ചോണ്ട് പോയി അടുത്ത ദിവസത്തെ കാര്യം പ്ലാൻ ചെയ്യാനൊന്നും. അത് നേരത്തെ വേറൊരാൾ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ലാലേട്ടൻ ഈ ഷോയുടെ പിന്നാമ്പുറം എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ 100 ക്യാമറകളുടെ ഒരു വലിയ മോണിറ്റർ ആ എഡിറ്റിംഗ് ടേബിളിൽ കാണാൻ പറ്റും. അതിനകത്ത് ഞാൻ എഴുന്നെണ്ണി നീളത്തിൽ നമ്മൾ നോക്കിയാൽ 20 ക്യാമറകളുടെ സ്റ്റാമ്പുകൾ ഉണ്ടാകും. അങ്ങനെ 5 റോ താഴേക്ക് വരുമ്പോൾ തന്നെ 100 ക്യാമറ ആയിക്കഴിഞ്ഞു. ഈ 100 ക്യാമറകളെ ഒരുമിച്ച് പുറത്തേക്ക് വിടുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അടുക്കള ഏരിയയിലാണ് അടി നടക്കുന്നതെങ്കിൽ ലൈവിൽ അടുക്കള ഏരിയയിലെ ക്യാമറയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ TV കാണുന്നത്, ഹോട്ട്സ്റ്റാറിൽ കാണുന്നത്, നമ്മൾ റെക്കോർഡിംഗ് എഡിറ്റഡ് വെർഷനിൽ കാണുന്നത്. ഓക്കെ. എന്നാൽ അതേസമയം മുറ്റത്ത് വേറൊരു മൂലയിലിരുന്ന് വേറെ 2-3 പേർ വേറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അതിലെ ഒരാൾ ആയിരിക്കും പിന്നെ പറയുന്നത് അന്ന് അവിടെ വെച്ച് അവൻ ഇങ്ങനെ പറഞ്ഞു എന്ന്. അത് പക്ഷേ ചാനലിൽ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ഇനി നമ്മുടെ മുമ്പിൽ ലൈവ് എന്ന് പറഞ്ഞ് വരുന്ന സാധനം പോലും എന്താണ്? തലേ ദിവസത്തെ പ്ലേ ആണ്. അപ്പം അതും എഡിറ്റഡ് ആണ്. കാരണം പബ്ലിക്കായിട്ട് ലൈവ് നമുക്ക് ക്രിക്കറ്റ് ലൈവ് കാണാം, ബോൾ ഓടിപ്പോകുന്നതും എറിയുന്നതും കാണാം. പക്ഷെ ഈ ഷോയുടെ ലൈവ് കാണിക്കാൻ പറ്റില്ല. കാരണം ഇത് എല്ലാവരും ബോൾ മാത്രമല്ല, ഒരുത്തം മുണ്ടഴിച്ച് കാണിച്ചാലോ, വേറെ എന്തെങ്കിലും വൃത്തികേടുകൾ, പച്ചക്കറി അല്ലെങ്കിൽ മോശപ്പെട്ട പ്രവർത്തനം കാഴ്ചവെച്ചാലോ ഇത് പുറത്തു പോയാൽ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന് എഗൻസ്റ്റ്, റൂൾസിന് എഗൻസ്റ്റ് ആവും. അത് പറ്റത്തില്ല. അപ്പം എഡിറ്റഡ് വെർഷനാണ്. തലേ ദിവസം നടക്കുന്ന സംഭവമാണ് നമ്മൾ ലൈവായിട്ടിരുന്ന് കാണുന്നത്. എന്നിട്ട് നമ്മൾ പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടി കുറേ PR വന്ന് പറയും അത് അവിടെ കാണിച്ചില്ല, ഇവിടെ കാണിച്ചില്ല. അപ്പോൾ അയ്യോ ശരിയാണല്ലോ, അവിടെ കാണിച്ചില്ല. ഈ പുറത്തിറങ്ങുന്ന ആർട്ടിസ്റ്റുകൾക്ക് വ്യക്തി വൈരാഗ്യം ഇല്ലെങ്കിൽ അവർ അകത്തുള്ള കാര്യം പറയുന്നത് സത്യമാണ്. അതിൽ അപ്പം തന്നെ ലാലേട്ടൻ്റെ മുമ്പിലേക്ക് വന്ന മോനാണ് ആര്? സാബുമാൻ തന്നല്ലോ. ആ സാബുമാൻ വന്ന ഉടനെ ലാലേട്ടനോട് പറഞ്ഞാണ് യഥാർത്ഥത്തിൽ വിന്നർ ആവാനുള്ള എലിജിബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി അക്ബറിനാണ് എന്ന്. ആരാ സാബുമാൻ? സാബുമാൻ അവിടുത്തെ നീതിമാനാണ്. അപ്പം നീതിമാൻ ഇതിപ്പോൾ വേറെ ആരെങ്കിലും ആണ് പറഞ്ഞെങ്കിൽ ശരി. ഇപ്പം നെവിനാണ് വന്നിട്ട് അക്ബർ എന്ന് പറഞ്ഞാലോ, അക്ബർ വന്നിട്ട് നെവിനെ പറഞ്ഞാലോ ശരി, ബന്ധമെന്ന് പറയാം. അപ്പാനി ശരത്ത് അക്ബറിനെ പറഞ്ഞാലും അത് സ്നേഹബന്ധമെന്ന് പറയാം. പക്ഷെ സാബുമാൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. സാബുമാൻ അവരും മറ്റിടത്തും എല്ലായിടത്തും നിൽക്കുന്ന ഒരു നീതിമാനാണ്, അല്ലേ? ഒരു ജെന്റിൽമാനാണ് സാബുമാൻ. ആ ജെന്റിൽമാനായ സാബുമാൻ അക്ബറാണ് വിന്നർ ആവാൻ എലിജിബിലിറ്റി ഉള്ളതെന്ന് ലാസ്റ്റ് എവിക്ഷനിൽ പറഞ്ഞെങ്കിൽ അത് തന്നെയാണ് സത്യം. പക്ഷേ മറ്റുള്ള 2 പേർക്കും ഉള്ള പോപ്പുലാരിറ്റിയും PR വർക്കും അത്രയും ബലമുള്ള സാറിന്റെ സീസണിൽ എല്ലാവരും പറഞ്ഞത് സാർ ആദ്യം പുറത്തു പോകും എന്നാണ്. ഓരോ തവണയും സാർ പുറത്തു പോകുമെന്നാണ്. കാരണം ഞാൻ നെഗറ്റീവായിട്ടാണ് കയറിയത്. സാറ് ഇപ്പൊ പുറത്തു പോയി വന്നവരാണല്ലോ പിന്നെ സാറിന്റെ കൈ പിടിച്ച് സാറിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് അപ്പം പുറത്ത് കളി വേറെയാണ് എന്ന് മനസ്സിലാക്കിയപ്പോ ആൾക്കാർ ഗെയിം മാറ്റുകയും ചെയ്തു. സാറിനെ എതിർത്തവർ സാറിന്റെ കൂടെ. സാബുമാനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് സാബുമാൻ തുടക്കം തൊട്ടെന്ന് പറയാമോ ഇവിടം വരെ? ശരിയായിട്ട് സാബുമാൻ എന്ന് പറയുന്ന ആളാണോ ആര്യനാണോ നല്ല ഗെയിമർ, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഗെയിമർ? എന്തുകൊണ്ട് ആര്യൻ പുറത്തു പോയി? സാബുമാൻ അവിടെ നിൽക്കുമ്പോൾ ആരെയും കുറച്ച് പറയുന്നില്ല. പക്ഷെ ഈ റിയാലിറ്റി ഷോയിൽ ആനയുടെയും ആടിൻ്റെയും അന്തരമുണ്ട്. ആര്യനെയും സാബുമാനെയും തമ്മിൽ
കമ്പയർ ചെയ്താൽ. അപ്പം നമ്മളെല്ലാം ഒരുമിച്ച് കാണുന്നവരാണ്, അടുത്ത് വീണ്ടും ഈ പുതിയ ആൾക്കാർ കാണേണ്ടവരാണ്, നമുക്ക് അസോസിയേഷൻ ഉണ്ട്. പക്ഷേ പബ്ലിക് ഷോയിൽ നടക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ കമൻറ്റ് പറയാം, വ്യൂ പറയാം, അതുകൊണ്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. സാബുമാൻ വന്ന് ഒരാഴ്ച കഴിഞ്ഞ് അയ്യോ ഈ പാവത്താൻ ഒരാഴ്ച കഴിഞ്ഞ് പോകുമല്ലോ എന്ന് ഉറപ്പിച്ച ആളാണ് ഞാൻ മാത്രമല്ല, മിക്കവാറും ബിഗ് ബോസ് പ്രേക്ഷകരിൽ 95% പേരും ലാസ്റ്റ് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് സാബുമാൻ പോകും എന്ന് വെച്ചു. സാബുമാനേക്കാൾ ബ്രില്യൻ്റ് പ്ലെയർമാരായിരുന്നു ബാക്കിയുള്ളവർ, പ്രത്യേകിച്ച് മസ്താനിയൊക്കെ ഒരുമിച്ചല്ലേ വന്നത്. മസ്താനിയൊക്കെ തകർക്കുന്ന പാർട്ടികളായിരുന്നു. പക്ഷേ പിടിച്ച കൊമ്പ് ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അലറി ബഹളം ഉണ്ടാക്കി ഒന്നും കേൾക്കാൻ പറ്റാത്ത രീതിയിൽ ഇവരെല്ലാം പുറത്തുനിന്ന് പഴയ സീസണുകളെല്ലാം പഠിച്ചു വന്നിട്ട് ബഹളം വെക്കുന്ന ആ വീട്ടിനകത്ത് ശാന്തവും സൗമ്യവുമായ ഒരാളിനെ കണ്ടപ്പോൾ മലയാളി പ്രേക്ഷകരിൽ ധാരാളം പേര് ഒരല്പം ആശ്വസിച്ചു. ആ ആശ്വാസം വോട്ടുകളായി മാറി ആർക്ക് ലഭിച്ചു? സാബുമാൻ ലഭിച്ചു. പലരും സാബുമാൻ്റെ ഫാനായി മാറിയത് ഈ കാട്ടാളന്മാർ, ഈ മൃഗങ്ങളുടെ ഇടയിൽ, ഈ അലറുന്ന കുറുക്കന്മാരുടെയും സിംഹം എന്നൊന്നും പറയാൻ കൊള്ളൂലല്ലോ, കുറുനരികളുടെയും ഈ ബഹളക്കാരുടെ ഇടയിൽ ഇങ്ങനെ വലിച്ച് കീറി രക്തം കുടിക്കാൻ നിൽക്കുന്ന രീതിയിലുള്ള ആക്രമണത്തിൻ്റെ ഇടയിൽ ഒരു ശാന്തനും സൗമ്യനും ആയിട്ടുള്ള നല്ലൊരു മലയാളി പയ്യൻ വന്നു. അപ്പോൾ ആ പയ്യൻ അവിടെ നിന്ന് പോട്ടെ, ആർക്കും ഒരു നഷ്ടമില്ലല്ലോ എന്ന്. രണ്ടാമത് മറ്റ് പലരും ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ മത്സരാർത്ഥികൾ എവിക്ഷൻ ലിസ്റ്റിൽ വരാത്ത സമയത്ത് അവരുടെ ആൾക്കാർ മുഴുവൻ എന്ത് ചെയ്തു? സാബുമാന് വോട്ട് ചെയ്തിട്ടുണ്ടാവണം. കാരണം എന്തായാലും മറ്റുള്ളവർക്ക് വോട്ട് കൊടുക്കൂലല്ലോ. എക്സാമ്പിൾ ശക്തനെ പുറത്ത് കളയണം. ഇപ്പം നമ്മുടെ ഇപ്പം ഒരാളാണെങ്കിൽ അതിനെതിരാളിയെ പുറത്ത് കളയണമെങ്കിൽ സാബുമാനെ സംരക്ഷിച്ചു. അത് പിന്നെ വേണ്ടി വരുന്ന ഒരു ഗ്രൂപ്പുലാൻ സാധനം ഇങ്ങനെ കൺസർവ് ചെയ്ത് വെക്കുക. ഇപ്പൊ അനുമോൾ എവിക്ഷനിലില്ല, അനുമോളിന്റെ ഫാൻസുകൾ എന്തായാലും അനീഷിന് വോട്ട് കൊടുക്കുന്നില്ല. അനുമോളെ കൂടെ ആരാണോ ഒട്ടി നിൽക്കുന്നത് അവർക്കായിരിക്കും കൊടുക്കുക. ആ ഒട്ടി നിന്നവരായിരുന്നു ആദിലയും നൂറയും ഈ സാബുമാനും ഒക്കെ കുറേ സമയം. അപ്പോൾ ആ സാബുമാൻ വലിയ പ്രോബ്ലം ഇല്ല, മറ്റൊരു രണ്ടിനും വിദഗ്ധരായ സൂത്രക്കാരാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ സാബുമാന് വോട്ട് കിടക്കട്ടെ. അനീഷ് എവിക്ഷൻ ഇല്ലെങ്കിൽ അനീഷിൻ്റെ ആൾക്കാർ ഉറപ്പായിട്ടും ആർക്ക് കൊടുക്കും? സാബുമാൻ വോട്ട് കൊടുക്കും. ബാക്കി അക്ബറും നെവിനും ഉള്ള എല്ലാത്തിലും വരുന്നത്. അപ്പോൾ അതല്ലേ ലാലേട്ടൻ ചോദിച്ചത്, ഏറ്റവും കൂടുതൽ എവിക്ഷൻ ലിസ്റ്റിൽ പണ്ട് ഞാൻ വന്നതുപോലെ വന്ന ആളാണ് നെവിൻ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ബഹളങ്ങളുടെ ഇടയിൽ ഒരു ശാന്തനും സൗമ്യനുമായ പയ്യൻ അവിടെ ഉള്ളത് അവസാനം വരെ നിൽക്കട്ടെ. ഇതാണ് സാബുമാൻ ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് നമ്മൾ പലയിടത്തും ഈ അമ്പലം അല്ലെങ്കിൽ ഇത് ഐശ്വര്യം എന്ന് പറഞ്ഞ പോലെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഐശ്വര്യം സാബുമാൻ എന്ന് പറയുന്ന ടാഗിൽ സാബുമാൻ നിന്ന് പോകാൻ പറ്റി. ഇനി സാബുമാനെ പകരം അല്ല, യഥാർത്ഥത്തിൽ ആര്യനാണ് മത്സരാർത്ഥി എന്നുള്ള നിലയിൽ, ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്നുള്ള നിലയിൽ. സാബുമാൻ ഒരു ബിഗ് ബോസ് മെറ്റീരിയലേ അല്ല, എന്നാൽ ആര്യൻ ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ്. പക്ഷേ നമ്മുടെ മലയാളി പ്രേക്ഷകരിൽ കുറച്ച് PR വർക്കുകാരുടെ കളികളിലും ഈ ആര്യൻ ഈ നെവിനെ പോലെ കുറച്ച് കുട്ടിത്വമുള്ള പയ്യനാണ്. അവൻ ജിസൈലിൻ്റെ കൂടെ കെട്ടിപ്പിടിച്ച് നടക്കുകയും അയക്കുമ്പോഴത്തേക്ക് ആ കെട്ടിപ്പിടിച്ചാൽ എന്തോ സംഭവിച്ചു പോകുന്ന സംശയരോഗികളായ കുറേ പേര് തെറ്റിദ്ധാരണ ഉണ്ടാക്കി. കൂടെ തന്നെ അതിനകത്തുള്ള ചിലരും എന്ത് ചെയ്തു? അനാവശ്യങ്ങൾ പറഞ്ഞു വരുത്തി. ആ പറഞ്ഞ് വരുത്തിയതിൽ കുറേ പേരുണ്ട്, അതിനകത്ത് പേര് പറയുന്നില്ല. അത് കഴിഞ്ഞ് കട്ടിലിൻ്റെ 2 പതപ്പിൻ്റെ അടിയിൽ കിടന്ന ആൾക്കാരെ ഒരാൾ മഹദി ഒറ്റ പതപ്പിൻ്റെ അടിയിലായി, കാണാൻ പാടില്ലാത്ത കാര്യം കണ്ടതായി. അവിടെ മറ്റേ പൊക്കിപ്പിടിക്കുന്ന സമയത്ത് പൊക്കിൾ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇവനെ മോശക്കാരനാക്കി. വേറെ ആരെ തട്ടിയപ്പം അവന് തട്ടിയത് മോശമായിരുന്നു. അങ്ങനെ ഈ പാവം സുന്ദരനും സുമുഖനുമായ നല്ല ഒരു നോർത്ത് ഇന്ത്യൻ മലയാളി ചെറുപ്പക്കാരനെ കുറേ പേരൂടെ ചേർന്ന് തനിക്കാക്കി വെടക്കാക്കി എന്ന് പറയുന്ന രീതിയിൽ വൃത്തികെട്ടവനാക്കി ചിത്രീകരിച്ച് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ നെഗറ്റീവ് വോട്ടായി മാറി. ആര്യൻ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആദ്യ സമയം ഞാൻ ആര്യനെ എതിർത്തിരുന്നു. കാരണം ആര്യന് കുറച്ച് അഹങ്കാരവും അഹംഭാവവും ഒക്കെ ആദ്യ സമയങ്ങളിൽ വന്നു. അപ്പാനി ശരത്തിനെ പുറത്താക്കിയപ്പോൾ തുള്ളിച്ചാടിയ മസ്താനി, ആ മസ്താനി പുറത്തായപ്പോൾ ആര്യൻ തുള്ളിച്ചാടിയ ചാട്ടത്തിലൂടെയാണ് ഞാൻ ആര്യൻ്റെ ഫാനായി മാറിയത്. സീസണിൽ ഓർക്കപ്പെടുന്ന 2 കഥാപാത്രങ്ങളെ ഉണ്ടാവും. ഒന്ന് വിന്നറിനെ ഓർക്കപ്പെടും. ഈ ഇതിനകത്തൊന്നും ഇപ്പം പുറത്തു പോയവരിൽ 4 ബിഗ് ബോസ് മെറ്റീരിയലിനെ പറഞ്ഞാൽ ആരെയൊക്കെ പറയും?
പുറത്തേക്ക് പോയ അപ്പൊ റാങ്ക് ഇട്ട് പറയണം. റാങ്ക് ഇട്ട് പറയുകയാണെങ്കിൽ സരിത കെ ബി ബിഗ് ബോസ് മെറ്റീരിയലായിരുന്നു, ഉറപ്പായിട്ട് അവിടെ നിൽക്കാൻ പറ്റുമായിരുന്നു. ദെൻ അതുപോലെ അപ്പാനി ശരത്ത് ബിഗ് ബോസ് മെറ്റീരിയലാണ്, ഉറപ്പായിട്ട് നിൽക്കാൻ പറ്റുമായിരുന്നു. ആര്യൻ ബിഗ് ബോസ് മെറ്റീരിയലാണ്, ഉറപ്പായിട്ട് അവിടെ നിൽക്കും. ജിസൈൽ ഹിന്ദിയിലൊക്കെ പോയിട്ട് വന്നതല്ലേ. പക്ഷെ ജിസൈൽ ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണെന്ന് എനിക്ക് അങ്ങനെ തോന്നിയില്ല. കാരണം ഒതുങ്ങിക്കൂടി, കാരണം മലയാളി ഈ ശാന്തതയും സൗമ്യതയും ഒതുങ്ങിക്കൂടുന്നതിനെയും കുറെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരത്തി അങ്ങനെയൊക്കെ പോയി നിന്നാണ് ഒരു ബിഗ് ബോസ് റിയൽ മെറ്റീരിയൽ ആയിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ജിസൈലിനെ പറയാത്തത്. ജിസൈൽ വേണമെങ്കിൽ പറയാം, പക്ഷെ ജിസൈലിനേക്കാൾ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ പോലെ അവിടെ ചലനം ഉണ്ടാക്കുന്ന രീതിയിൽ ബിൻസിയെ വേണമെങ്കിലും പറയാൻ പറ്റും. എന്നാലും ബിൻസി ഓർ ജിസൈൽ ഇവരെ ഓൾട്ടർനേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ബാക്കിയൊന്നും ഒരു ഞാൻ ചോദിക്കുന്നത് ഇപ്പോ ഈ ഒരാഴ്ച 2 ദിവസമായിട്ട് ഇവരെ കയറ്റി വിട്ടപ്പോ ഇവരൊക്കെ വലിയ പെർഫോമൻസുകാരായി. ഈ പെർഫോമൻസ് അവർ തുടക്കത്തിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ പെർഫോമൻസ് അവർ തുടക്കത്തിൽ പറയാം. ബിൻസിയും ജിസൈലിനെ ഞാൻ കളയുന്നു. ഡോക്ടർ ബിന്നി എന്ന് പറഞ്ഞ കഥാപാത്രം ബിഗ് ബോസ് മെറ്റീരിയലായിരുന്നു. ബിന്നി ബിഗ് ബോസ് മെറ്റീരിയലാണ്. പക്ഷെ ബിന്നി കാണിച്ചൊരു കാര്യമുണ്ട്. ബിന്നിക്ക് ഒരു ഫാമിലി ആയിട്ട് അവിടെ വന്ന് നിൽക്കാൻ അവസരം കൊടുത്തത് നൂറയാണ്. ഒരു വീക്കിൽ രക്ഷപ്പെടുത്താൻ ഒരു അവസരം ഒരാൾക്ക് കൊടുക്കാമായിരുന്നിട്ട് അത് ആർക്കും വേണ്ടാന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. സാറായിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും മറ്റേ നൂറയ്ക്ക് കൊടുക്കില്ലായിരുന്നു. തീർച്ചയായും ഞാൻ പറഞ്ഞുതരാം. നൂറയ്ക്കൊരു വലിയ മനസ്സുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് നൂറ ഇഷ്ടം. നൂറ ഇങ്ങനെ ഒരു ലെസ്ബിയനിലേക്ക് പോയത് മാത്രമേ എനിക്ക് സഹിക്കാൻ പറ്റാതുള്ളൂ. പക്ഷേ ഗെയിമർ എന്നുള്ള നിലയിലും നല്ല മനസ്സുള്ള വ്യക്തി എന്നുള്ള നിലയിലും എനിക്ക് നൂറെ ഭയങ്കര ഇഷ്ടമാണ്. നൂറ അനുവദിച്ചത് കൊണ്ട് മാത്രമാണ്. കാരണം നൂറയ്ക്കൊരു ഫാമിലി വന്ന് നിൽക്കാനില്ല. അതുകൊണ്ട് നൂറ അത്രയും വലിയൊരു ഗിഫ്റ്റ് ആർക്ക് കൊടുത്തു? ബിന്നിക്ക് കൊടുത്തു. അതുകൊണ്ടാണ് നൂറയ്ക്ക് ഇങ്ങറ്റം വരെ എത്താനുള്ള ഒരു പോസിറ്റീവ് സൈഡോടെ കിട്ടിയത്. പക്ഷേ തിരിച്ച് ബിന്നി ഒറിജിനൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്രൂക്കഡ് അല്ലെങ്കിൽ ഒരു ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി, അങ്ങനെ ഓവർ സെൽഫിഷ്നെസ്സും മത്സരാർത്ഥികൾ അതവരുടെ മാർക്ക് കുറച്ചു. ആ മാർക്ക് കുറഞ്ഞു പോയി. പക്ഷെ ലാലേട്ടൻ വരെ ചോദിച്ചു, നിങ്ങളെ സഹായിച്ച ഒരാൾ ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് കൊടുക്കാമായിരുന്നില്ല? അതാണ് പറഞ്ഞത്. ബിന്നിയെ സംബന്ധിച്ച് ബിന്നി സെൽഫിഷിന്റെ അങ്ങ് അറ്റമായി പോയി. അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. സംശയമില്ലല്ലോ, സംശയമില്ല. ഏറ്റവും വലിയ ഭാഗ്യമാണ്. നൂറയെ പോലെ ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടിയാലും, ഒരു ലവറിനെ കിട്ടിയാലും, ഒരു വൈഫിനെ കിട്ടിയാലും, ഒരു സഹോദരിയെ കിട്ടിയാലും, ഒരു അമ്മയെ കിട്ടിയാലും, ഒരു അമ്മൂമ്മയെ കിട്ടിയാലും അതൊരു ലക്കെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇതിൽ കൂടുതൽ എന്ത് വേണം? അത്രയ്ക്ക് എനിക്കിഷ്ടമാണ് നൂറെ. ആദിലെ എനിക്കിഷ്ടമാണ്, ഒരു ആൺകുട്ടിയെ പോലെയുള്ള ഒരു ഇത്. പക്ഷെ കൂടുതൽ ക്രൂക്കഡ്നെസ്, കൂടുതൽ ഒരു ഭയങ്കര സെൽഫിഷും ക്രൂക്കഡും മടി. അതാണ് കുറെ ഒരു സുഖശാലിയാണ്. പക്ഷെ നൂറ അതല്ല. നൂറ പണിയും ചെയ്യും. നല്ല ക്ലാസ് പെൺകൊച്ചാണ്. ആണ്, പെരുമാറാറിയാം. അതാണ് പറഞ്ഞില്ലേ, ഞാൻ ഈ പറഞ്ഞ വാക്കിലെല്ലാം ഉണ്ട്. നല്ല ക്ലാസ് ബിഹേവിയറുള്ള നല്ല ക്വാളിറ്റി പെൺകൊച്ചാണ്. യഥാർത്ഥ ബിഗ് ബോസ് സീസൺ 7 വിന്നർ ആകേണ്ടിയിരുന്ന ഒരു വ്യക്തിയാണ് നൂറ. പക്ഷെ വിന്നർ ആകില്ല. കാരണം ഈ PR-ന്റെ ഇവരുടെ വോട്ടുകൾ സ്പ്ലിറ്റ് ആയി പോകുന്നതും പിന്നെ ഈ പറയുന്ന ലെസ്ബിയൻ ഗേ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ സ്വാഭാവികമായി മലയാളി എന്നും ലോക മനുഷ്യർക്കും 10-65 രാജ്യങ്ങളിൽ ഇത് ബാൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ കാണുന്നതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ആയിട്ട്. കുറേയേറെ രാജ്യങ്ങളിൽ ബാൻ ചെയ്തിട്ടുള്ളതാണ്. അത് നമ്മുടെ പൊതുസമൂഹം അംഗീകരിക്കും. അടുത്ത ഒരു അപ്പാനി ശരത്തിനെ കുറിച്ച് പറഞ്ഞാൽ, അപ്പാനി ശരത്ത് എന്തുകൊണ്ടാണ് സാർ പറയുന്നത് ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിരുന്നു, ഫൈനൽ 5-ൽ എത്തേണ്ട ആളായിരുന്നു? ആക്ച്വലി കാര്യങ്ങൾ കൃത്യമായി വെട്ടിത്തുറന്ന് പച്ചയ്ക്ക് പറയുന്ന ആളായി അപ്പാനി ശരത്ത്. പക്ഷെ അത് ചില സ്വന്തം ഇമേജ് നോക്കിയില്ല. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ മുൻ സീസണുകളിലെ പല സിനിമ സെലിബ്രിറ്റി ആർട്ടിസ്റ്റുകൾ ബിഗ് ബോസ് മെറ്റീരിയലായിട്ട് വന്നപ്പോഴും അവരെല്ലാം ബാക്കിൽ നിന്ന് കളിക്കുകയും ഇത്രത്തോളം പ്രതികരിച്ച് മുമ്പിൽ വന്ന ആൾക്കാർ വളരെ കുറവായിരുന്നു. ആകെ ലക്ഷ്മി പ്രിയയെ മാത്രമേ എനിക്ക് ഇത്തിരി ഓർമ്മ വരുന്നുള്ളൂ, ശബ്ദം തെറിച്ചിരിക്കുന്നുള്ളൂ. ലക്ഷ്മി പ്രിയ കുറെ കൂടുതൽ നന്നായി പറയുമായിരുന്നു. പക്ഷെ അപ്പാനി ശരത്ത് അങ്ങനെ ആയിരുന്നില്ല. തുടക്കം മുതൽ പുള്ളി പ്രതികരിക്കുകയും ഇടപെടുകയും കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഈ കൺട്രോൾ പോയി, കയ്യിൽ നിന്ന് നാക്കിൽ നിന്ന് പിടുത്തം പോയി. ആ പിടുത്തം പോയത് അഹങ്കാരമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് പോയി. പിന്നെ പലപ്പോഴും പുള്ളി ഈ സിനിമ എടുത്തു വെച്ച് പറയും, ഞാൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് എവിടെ നിൽക്കുന്നു എന്നുള്ള ലെവലിൽ
അത് പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു, അത് പറയാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അത് പറയാനേ എളിമയാണ് ബിഗ് ബോസിന്റെ ആൾക്കാർ ആഗ്രഹിക്കുന്നത്. എളിമയാണ് മുഖമുദ്ര. അപ്പാനിയുടെ അല്ല, ഈ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എളിമയായിരുന്നു. സാറിലേം കണ്ടത് എളിമയായിരുന്നു. കണ്ടത് മാത്രമല്ല, എന്റെ മുഖമുദ്ര എന്ന് പറയുന്ന എളിമ തന്നെയാണ്. ഞാൻ ഇന്നുവരെയും ഒരിടത്തും അഹങ്കാരം. അനീഷിന്റെ എളിമ ഏറ്റവും കൂടുതൽ കാണണമെങ്കിൽ നല്ല രസമാണ്. ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അനീഷ് എളിമയുടെ അങ്ങ് അറ്റമാണ്, നിറകുടമാണ്, അങ്ങ് തറയിൽ തല വയ്ക്കും. ലാലേട്ടന്റെ എപ്പിസോഡിൽ നമ്മൾ നോക്കിയാൽ അനീഷ് ഇരിക്കുന്നത് ഇങ്ങനെയാണ്, വളരെ എളിമയോടുകൂടി ഇരിക്കും. എന്നാൽ ലാലേട്ടൻ ഇല്ലാത്ത സമയങ്ങളിൽ എത്രയോ ആഴ്ചകളിൽ ഈ സംഭവങ്ങളായിരുന്നു അനീഷിലേക്ക് വന്നുകൊണ്ടിരുന്ന സാധനം. ആ ഒരു പ്രത്യേക രീതിയിലുള്ള അനീഷിൻ്റെ അവിടെയാണ് ഞാൻ അനീഷിലെ അഭിനയം കണ്ടത്. ഏറ്റവും ബെസ്റ്റ് ആക്ടർ അനീഷാണെന്ന് എനിക്ക് പറയാൻ ഒരു മടിയില്ല. നെവിന്റെ കുസൃതികൾ, ഈ കുസൃതികൾ ആൾക്കാർക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഷാനവാസിന്റെ ഫാമിലി വന്നപ്പോഴത്തേക്ക് ഷാനവാസിന്റെ മോള് പറഞ്ഞ എന്താണ്, ഷാനവാസിനെയാണ് ഇഷ്ടമെന്നല്ല പറഞ്ഞത്, നെവിനെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞത്. കാരണം കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം തന്നെ പുറത്തായ എവിക്റ്റഡായ മത്സരാർത്ഥികൾ തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നപ്പോൾ തൻ്റെ ഫ്രണ്ട്സ് ഓരോരുത്തർ വരുമ്പോൾ കുട്ടിക്കളി കളിക്കുന്ന കണക്കാണ് ആര് തുള്ളിച്ചാടിയത്, നെവിൻ തുള്ളിച്ചാടിയത്. സോ ഇന്നസെന്റ് മൈൻഡാണ്. അതിനകത്ത് വേറെ വ്യക്തിവൈരാഗ്യം ദീർഘകാലത്തേക്ക് വെച്ചിരിക്കുന്ന സാധനം ഇല്ല. അപ്പൊ ഒരു പ്യൂർ ഹാർട്ടാണ്. ദേഷ്യമുണ്ടോ അപ്പൊ പറഞ്ഞത്. പക്ഷേ ഒരു കാര്യമുണ്ട് സാറേ, ആരെവിടെ രഹസ്യം പറഞ്ഞാലും അതിന്റെ പിന്നിൽ കണ്ണ്. പക്ഷെ അത് പ്രേക്ഷകൻ കണ്ടാലും പുള്ളിക്ക് പ്രശ്നമില്ല. പുള്ളി പാത്ത് നോക്കും, ഒളിഞ്ഞു നോക്കും, എല്ലാം കൊടുക്കും. ഇതെല്ലാം വേണമല്ലോ അതിനകത്ത്. എല്ലായിടത്തും പോയി പൊളിക്കും, എല്ലാം പൊളിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓവറാൾ പ്ലെയർ ഓഫ് ദി ഗെയിം എന്ന് പറയുന്നത് നെവിൻ തന്നെയാണ്. ആര്യന് ആ ഫുഡിന്റെ ഒരു ടാസ്ക് കിട്ടിയപ്പോ നെവിനെ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു സാറിന് തോന്നിയില്ലേ? കാരണം നെവിൻ നല്ല ഫുഡി ആയിട്ടുള്ള ആളാണ്. ആക്ച്വലി നെവിന്റെ ഒരു നല്ല അവിടെയായിരുന്നു ഞാൻ ആര്യനെ ഉപേക്ഷിച്ചത്. നെവിൻ എല്ലാ കോയിനുകളും സേവ് ചെയ്ത് വെച്ചിട്ട് അവസാനം 9 കോയിനോ 8 കോയിനോ അങ്ങോട്ട് ഒരുമിച്ചാണ് ആര്യന് കൊടുത്തത്. എന്ന് വെച്ചാൽ നെവിൻ ഹൃദയത്തിലാണ് ആര്യനെ സൂക്ഷിച്ചത്. എന്നാൽ ആര്യൻ എന്ത് ചെയ്തില്ല, നെവിനെ അത്രയും കാര്യമായിട്ട് എടുത്തില്ല. ഈ ഫുഡിന്റെ കാര്യം മാത്രമല്ല, അനുമോളുടെ പുറത്ത് വെള്ളം ഒഴിച്ചു എന്ന് പറയുന്ന, വെള്ളം കുടഞ്ഞു സ്പ്രേ ചെയ്തു എന്ന് പറയുന്ന സംഭവത്ത് പോലും ഉറങ്ങിക്കിടക്കുന്ന അനുമോളെ പോയി ചുരണ്ടി വിളിച്ചത് ആര്യനായിരുന്നു. അത് കാണാൻ പറ്റും, ആ ലൈവിൽ കിടപ്പുണ്ട്. അനുമോള് സുഖമായിട്ട് ഉറങ്ങിയിരിക്കുന്ന സമയത്ത് ആര്യനാണ് പോയി ഇങ്ങനെ ചൊറിഞ്ഞു വിളിച്ചത്. അപ്പോഴാണ് അവളിങ്ങനെ കണ്ണു തുറന്ന് നോക്കിയത്. ആ ഉറങ്ങിയിട്ട് തുറക്കുന്ന കണ്ണും ഉറങ്ങാതെ തുറക്കുന്ന കണ്ണും തമ്മിൽ വ്യത്യാസമില്ല. ജനങ്ങളെ ചുമ്മാ പറ്റിക്കണം. വന്നപ്പോഴത്തേക്കാണ് നെവിൻ പറഞ്ഞു എണീക്കൂല കുരയ്ക്കാതെ ഓടാന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഒരു പുരുഷനോട് അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് ആരോടാവട്ടെ കുരയ്ക്കാതെ പോടാന്ന് പറയുമ്പോൾ പട്ടിക്ക് നികൃഷ്ടമായിട്ട് വിളിക്കുകയല്ലേ ചെയ്തത്. അങ്ങനെ അനുമോൾ നെവിനെ പട്ടിക്ക് തുല്യമായി വിളിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അത് കഴിഞ്ഞ് അപ്പം സ്വാഭാവികമായിട്ട് നെവിൻ എന്ത് ചെയ്തു, അവനോട് പറഞ്ഞു വെള്ളം എടുത്തിട്ട് വാ. അപ്പം ആ വെള്ളം എടുത്തിട്ട് വന്നു. ആ വെള്ളം ഇങ്ങനെ കുടഞ്ഞു. ഇപ്പം അവിടെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കുടഞ്ഞിട്ടുള്ളതാണ്. ആ കുടഞ്ഞ സമയത്ത് അനുമോൾ എന്താ ചെയ്തത്, എണീച്ചിങ്ങോട്ട് വന്ന് ആ കുപ്പിയിലിരിക്കുന്ന വെള്ളം എടുത്ത് അവൻ്റെ പുറത്തൂടെ പലവട്ടം ഒഴിച്ചു. അവൻ ക്യാപ്റ്റനാണ്. ക്യാപ്റ്റൻ പറയുന്നതിന് പട്ടിയുടെ വില കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ക്യാപ്റ്റൻ ഒരു വില പോലും കൊടുത്തില്ല. ബോളിവുഡിൻ്റെ ഒരു എപ്പിസോഡിനകത്ത് ഇപ്പം ഞാൻ കണ്ട കണക്ഷൻ ഇതുപോലെ വന്നപ്പോൾ അതിനകത്ത് ഒരുത്തൻ കിടന്നവൻ്റെ മെത്ത എടുത്തിട്ട് പൂളിലാണ് കൊണ്ടുപോയിട്ടത്. പൂളിൽ ഇവൻ പോയി വെള്ളം എടുത്തിട്ടൊന്നും തലയിൽ കൂടെ ഒഴിച്ചില്ലല്ലോ, നേരെ മെത്തയിലേക്ക് ഒഴിച്ചു. അതിൽ കിടക്കണ്ട. ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ഞാൻ ആരെയും കിടത്തില്ല, ഉറക്കില്ല. കിടന്നാലും പോട്ടെ, ഉറക്കില്ല. അത് നെവിൻ ചെയ്തതിൽ തെറ്റ് ഞാൻ ഒരിക്കലും പറയില്ല. നേരെ മെത്തയിലേക്ക് ഒഴിച്ചു, അതിൽ കിടക്കണ്ട. ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ഞാൻ ആരെയും കിടത്തില്ല, ഉറക്കില്ല. കിടന്നാലും പോട്ടെ, ഉറക്കില്ല. അത് നെവിൻ ചെയ്തതിൽ തെറ്റ് ഞാൻ ഒരിക്കലും പറയില്ല. ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യാൻ എനിക്ക് കുറെ തെറി കിട്ടി. ഷാനവാസിന് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു, അതിനകത്ത് ഒരു കവർ വന്നു കൊണ്ടില്ലെങ്കിലും ഹാർട്ട് അറ്റാക്ക് എപ്പോൾ വേണോ വരാം, വന്നൂടെ. ഈ ഇരിക്കുന്ന സമയം തന്നെ ആർക്ക് വേണമെങ്കിലും ഹാർട്ട് അറ്റാക്ക് വരാം. ഹാർട്ട് അറ്റാക്ക് ഒന്നും നമ്മുടെ കയ്യിലല്ല, ആണോ? അല്ല, നമ്മൾ കഴിച്ചു കയറിയ കൊഴുപ്പ്. പക്ഷേ അതിനുള്ള പാപഭാരം മുഴുവൻ ചുമക്കേണ്ടി വന്നു. അതുകൊണ്ട് ഗെയിമിലൊന്നും പങ്കെടുക്കാൻ പറ്റാതെ ഔട്ടായി. പുള്ളി ഇപ്പോൾ ഓൾറെഡി ഔട്ടാണല്ലോ. ഓൾമോസ്റ്റ് ജനഹൃദയങ്ങളിൽ ഇല്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കാം, ഇദ്ദേഹത്തിന് നെവിന് അതിനെ കൊണ്ട് വലിയ കുരിശല്ലേ ചുമക്കേണ്ടി വന്നത്? മോഹൻലാലിന്റെ ലാലേട്ടന്റെ മുന്നിൽ എണ്ണീറ്റ് നിന്ന് ഒരു കുറ്റവാളിയെ പോലെ നിൽക്കേണ്ടി വന്നില്ലേ? അതുകൊണ്ട് എന്തേലും പ്രേക്ഷകരെ പറ്റിക്കാൻ കഴിയില്ലല്ലോ. പ്രേക്ഷകർക്ക് എല്ലാം മനസ്സിലാവും. ദെൻ നെവിനോടുള്ള സ്നേഹം കൂടിയത് എപ്പോഴാണ്?
ഇപ്പം നെവിന് വേണ്ടി ആർമികൾ സെറ്റായിരിക്കുന്നു ഇപ്പോഴും. ഈ നെവിൻ ആർമി എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവും. DRK ആർമിയാണ്. PR വേറെ, ആർമി വേറെ. ആർമി ഇഷ്ടപ്പെടുന്ന പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ നെവിന് ഗുണമാണോ ചെയ്തത്? ഗുണമാണ് ചെയ്തത്. ഈ പറയുന്നത് നെവിൻ ഒരു 3ാം സ്ഥാനത്തേക്ക് പ്രതീക്ഷിക്കാമോ? ഞാൻ പറയുമ്പം 1ാം സ്ഥാനം അക്ബറും 2ാം സ്ഥാനം നെവിനും, അല്ലെങ്കിൽ 1ാം സ്ഥാനം നെവിനും 2ാം സ്ഥാനം അക്ബറും. നെവിന് 1ാം സ്ഥാനം കിട്ടാതെ പോകുന്നെങ്കിൽ അവനെ ഇനി ഒരു പെണ്ണിൻ്റെ ക്യാരക്ടർ ഉണ്ട് എന്നുള്ള കുറ്റപ്പെടുത്തലാണ്. പക്ഷെ അതൊരു ക്വാളിറ്റി ബിഹേവിയറാണ്, നല്ലതാണ്. അത് നോക്കണ്ട. ഒരു ഗെയിമർ ആസ് എ ബിഗ് ബോസ് മെറ്റീരിയൽ, ബിഗ് ബോസ് മത്സരാർത്ഥി എന്നുള്ള നിലയിൽ നെവിൻ, അക്ബർ ഇവർ തന്നെ ഫസ്റ്റും റണ്ണറപ്പും, വിന്നറും റണ്ണറപ്പും ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഞാൻ വിവരവും ബോധവും ചിന്താശേഷിയുള്ള ജനങ്ങൾ പറയല്ലോ. ഞാൻ ജുഡീഷ്യസ് ആയിട്ട് നീതിപൂർവ്വം മനസ്സിലാക്കി കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അക്ബറിന്റെ പാട്ടുകാരൻ എന്നതിലുപരി അക്ബറിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അക്ബർ നല്ലൊരു ഗെയിമറാണ്. മൈൻഡ് ഗെയിമർ ആരാണ് ഈ സീസണിലെന്ന് ചോദിച്ചാൽ അത് അക്ബറാണ്. അക്ബർ പലതും പറയുന്നത് കറക്റ്റായിട്ട് വരുന്നതുകൊണ്ടാണ് കുറേ പേർക്ക് അത് ഇഷ്ടമല്ലാതെ വരുന്നത്. മനസ്സിലായി? ഇഷ്ടമല്ല കളികളെടുത്താൽ ഇന്നലെ തന്നെ കൊടുത്ത ടാസ്കിനകത്ത് ലാസ്റ്റിൽ വിജയിച്ചത് അക്ബറാണ്. അക്ബറിന് കുറച്ച് വണ്ണവും തടിയും ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവന് കളിക്കാൻ പറ്റില്ല എന്നല്ല, അവൻ എല്ലാത്തിലും ഒരുവിധം നന്നായി ചെയ്തു പോകുന്നുണ്ട്. എല്ലാ ഗെയിമിലും ടോപ്പ് ആവണം എന്ന് നമ്മൾ പിടിക്കേണ്ട ആവശ്യമില്ല. ഗെയിമുകളിലെല്ലാം ഗംഭീരമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അവിടെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ഇടപെടാറുണ്ട്. ദെൻ ഓൾമോസ്റ്റ് സത്യസന്ധതയിൽ തന്നെ പോകുന്നു. ചില കൊച്ചു കള്ളങ്ങൾ പറയുന്നത് ഗെയിമിന് വേണ്ടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് കള്ളം പറയാത്ത ആരും അതിനകത്തില്ല. അനീഷ് പോലും എത്രയോ പ്രാവശ്യം കള്ളം പറഞ്ഞിരിക്കുന്നു. ഈ പല കൂടെയുള്ള മത്സരാർത്ഥികളിലും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി ജനങ്ങൾക്ക് PR-കാർക്ക് ഇട്ടുകൊടുത്തിട്ട് ജനങ്ങളിലേക്ക് PR-കാരെ കൊണ്ട് മോശം കൊണ്ടെത്തിപ്പിക്കൽ പണി അകത്തുനിന്ന് ഇട്ടുകൊടുക്കുന്ന ആളായിരുന്നു അനുമോള്. അനുമോളെ പോലെ പലരും ഉണ്ട്. അപ്പം ഈ പറയുന്ന ക്യൂവിൽ പോയി നിൽക്കുന്ന കണക്ക് ബസ്സിൽ സ്ത്രീയുടെ പുറകെ ചേർന്ന് നിൽക്കുന്ന പുരുഷൻ എന്നുള്ള രീതിയിൽ ഒരു ബിഗ് ബോസ് മത്സരത്തിൽ ആണും പെണ്ണും സെപ്പറേഷൻ ഇല്ല. നമ്മൾ ഇട്ട് കൊടുക്കുന്ന എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുന്ന അതാണ്. ആണും പെണ്ണും സെപ്പറേഷൻ ഇല്ലാത്തൊരു സാധനത്തിൽ ഒരുമിച്ച് നിന്ന് കളിക്കുമ്പോൾ ഒരു ചെറിയ സ്പേസിനകത്ത് ഇടി വരുമ്പം അവൻ മറ്റേ എർത്ത് അല്ലെങ്കിൽ ചെറിയ ഹോളിനകത്തോട് വരുന്ന സാധനം പിടിക്കാൻ നിൽക്കുകയാണ്. പിടിയിലത് ഗെയിമാണ്. ഇടിക്കും, ബ്രസ്റ്റ് തട്ടും, വയറത്തട്ടും, തലയിൽ തട്ടും, മുടിയിൽ തട്ടും. അത് പർപ്പസീവായിട്ടല്ല, അതിനകത്ത് തെറ്റുന്ന സാധനമാണ്. പക്ഷെ എൻ്റെ അവിടെ പിടിച്ചു, ഇവിടെ പിടിച്ചു, മറ്റടുത്ത് പിടിച്ചു എന്ന് പറഞ്ഞാൽ സ്ത്രീ കാർഡ്, വിമൻ കാർഡ് എടുത്ത് കളിക്കുന്നതൊക്കെ മഹാ ചീപ്പ് മാത്രമാണ്. ബാക്കിയുള്ള ക്രൂക്കട്ട് ആൾക്കാർ മൊത്തം ക്രൂക്കട്ട് ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ക്രൂക്കട്ടാണ് ആര്? അക്ബർ. അവിടെ ഒരു വലിയ ക്വാളിറ്റി ഇതെല്ലാം കൊണ്ടുവന്ന് അവിടെ വെച്ചു, മറ്റുള്ളവർ അടിച്ചുറച്ചോണ്ട് പോയി. വലിയ ക്വാളിറ്റി ആയിട്ട് തോന്നില്ലേ? വലിയ ക്വാളിറ്റി ആയിട്ട് തോന്നി. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ സീസൺ 2-ൽ ഞാനും അവനും കൂടെ ഈ കോയിൻ ടാസ്കിൽ കഷ്ടപ്പെട്ട് പറക്കി പിടിച്ച് ഞങ്ങൾ കാത്തു കെട്ടിയിരുന്ന് ഞാൻ വലിയൊരു സഞ്ചി പോലെ ഇവിടെയൊക്കെ കെട്ടി വെച്ചിട്ട് അവസാനം ഇനിയിപ്പോൾ ഇവിടെ ബ്രേക്കാണ്, കളിയില്ല, ഇനി അറിയിപ്പുണ്ടാകുമ്പോഴേ കളി ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഇത് ഊരി വയ്ക്കാമല്ലോ. ഞാൻ ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ പറഞ്ഞതല്ലോ, എൻ്റെ കട്ടിൽ കൊണ്ടുവച്ചിരുന്നു, എൻ്റെ മുണ്ടോടുകൂടി മുഴുവൻ അടിച്ചുകൊണ്ട് പോയില്ലേ? ഇല്ലേ? അത്രേ ഉള്ളൂ. ഇനി ആ ശോഭ ഈ ഒരു ബിഗ് ബോസ് സമയത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അല്ല ബിഗ് ബോസിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ ഈ പുറത്തിറങ്ങിയാലും ഇതിനകത്ത് അടി കുറെ പേര് നിലനിൽക്കും. ഇനിയിപ്പോ ഇല്ല, ശോഭ അഖിൽമാരും കൂടെ അടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയല്ലേ പലപ്പോഴും. പക്ഷെ ശോഭ പറയുന്നത് അന്ന് മുണ്ടുപൊക്കിയത് ഈ സംഭവം സിറ്റുവേഷനിൽ ശോഭ കൊടുത്ത ദാനമാണ്, ദയാണ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. സാറേ, ഈ 7 സീസൺ എടുത്താൽ ഒരൊറ്റ സീസണിൽ മാത്രമേ ഒരു ഫിസിക്കൽ അസാൾട്ട് നടന്നിട്ടുള്ളൂ. ഒരേ ഒരു സീസൺ ജുഡീഷ്യസ് നീതിപൂർവ്വം പറഞ്ഞാൽ ബിഗ് ബോസ് നിയമങ്ങൾക്ക് വിരുദ്ധമായി ഒരേ ഒരു ഫിസിക്കൽ അസാൾട്ടേ നടന്നുള്ളൂ. അത് മറ്റേ സിജോ റോക്കി അവർ തമ്മിലുള്ള ക്ലാഷിൽ ഈ സംഭവമാണ് യഥാർത്ഥ ഫിസിക്കൽ അസാൾട്ട്. ഇപ്പോൾ അതാ തമിഴിലൊക്കെ നടക്കുന്നത് പിടിച്ച് തള്ളി ഉന്തി തള്ളിയിട്ട് അവിടെ ഒന്നും പിടിച്ച് പുറത്താക്കുന്നില്ല. അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഗെയിമിന് വേണ്ടി ഗെയിമിൽ ചെയ്താൽ പോലും അതൊക്കെ അതിന്റെ പാർട്ടാക്കി എടുക്കും. സാറിന്റെ ഒരു കട്ട ഫാൻ വിളിക്കുന്നുണ്ട്, അപ്പൊ സാറിനോട് സംസാരിക്കാനാണ്. വളരെ സന്തോഷം. എൻ്റെ ഒരു ഫാൻ എന്ന് പറയാനല്ല. നമസ്കാരം. അപ്പൊ ഞാൻ സാറിനെ കൊടുക്കാം കേട്ടോ. സാറിനോട് സംസാരിച്ചു, ചോദ്യങ്ങൾ ചോദിച്ചു. ഹലോ, നമസ്കാരം. എന്താണ് പേര്? ഓ, പാലക്കാട് എവിടെയാ? അറിയാം, ഞാൻ പാലക്കാടൊക്കെ വരാറുണ്ട്. ബിഗ് ബോസിന് ശേഷം അവിടെ ഒരു അമ്മയ്ക്ക് മന്നാടിയാർ ഫാമിലിയിലെ അമ്മയ്ക്ക് 80 വയസ്സുണ്ട്. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി അമ്മയുടെ ഒപ്പം 2 ദിവസമൊക്കെ താമസിക്കാറുണ്ട്. വേലന്താവളം. ചോദിച്ചോളൂ, കൊഴിഞ്ഞാൻ പറ. സാർ എങ്ങനെയാണ് ഈ ചെറുപ്പം നിലനിർത്തുന്നതും അതുപോലെ പല ആരോപണങ്ങളും സാറിന് നേരെ ഉണ്ടായിട്ടും സാർ എങ്ങനെയാണ് അത് ക്ഷമയോടെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഒന്ന്, എൻ്റെ മനസ്സ് ശുദ്ധമാണ്. നമ്മൾ പലപ്പോഴും
നമുക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ബോഡിക്കകത്ത് കുറേ നെഗറ്റീവ് ഹോർമോണുകൾ ഉണ്ടായിട്ട് ആ ഹോർമോണുകൾ നമ്മുടെ മുഖത്തെയും ശരീരത്തിനെയും ബാധിച്ചിട്ടാണ് നമുക്ക് ഏജിങ് എന്ന് പറയുന്ന സാധനം ഉണ്ടാകുക. ഇപ്പോൾ മക്കളെക്കുറിച്ച് ആലോചിക്കുക, ഭർത്താവിനെയും ഭാര്യയെക്കുറിച്ച് ആലോചിക്കുക, കുടുംബത്തിനെക്കുറിച്ച് ആലോചിക്കുക, പണത്തെക്കുറിച്ച് ആലോചിക്കുക, ഇങ്ങനെ ഉത്കണ്ഠ ഇങ്ങനെ ഒരുപാട് ചിന്തകൾ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഹോർമോണുകളെല്ലാം നമ്മളെ പിടിച്ചിട്ട് നമുക്കത് ദോഷമുണ്ടാകും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭാര്യയില്ല, കാമുകയില്ല, ലവറില്ല, ചാറ്റിംഗ് ഇല്ല, മകളില്ല, മകനില്ല, സഹോദരങ്ങളില്ല, ഞാനും ദൈവവും, പിന്നെ നല്ല കുറേ സുഹൃത്തുക്കളും. അപ്പോൾ എനിക്ക് ചിന്തകൾ കുറവാണ്, നല്ല ചിന്ത മാത്രമേ ഉള്ളൂ. ഓക്കെ ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ലാലേട്ടൻ വില്ലനായിട്ട് വന്ന് നമ്മുടെ മനസ്സ് കീഴടക്കിയ പോലെ സാറും അതുപോലെ ബിഗ് ബോസിൽ വില്ലനായിട്ടൊക്കെ വന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ അങ്ങ് കയറി കൂടിയതും അതുപോലെ തന്നെ ഈ വില്ലൻ വേഷത്തിൽ വന്നിട്ട് തന്നെ ഞങ്ങളുടെ ഹൃദയം കവർന്നതും പിന്നെ അതുപോലെ സാറിന്റെ ഈ മുഖവും ഈ പേരും സാറിന് മറക്കാൻ പറ്റാത്ത ഓർമ്മകളൊക്കെ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങൾക്കത് ഇത്രയും മറക്കാൻ പറ്റാതെ ഞങ്ങളുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കാൻ കാരണം എന്താണെന്നറിയാവോ? അതെങ്ങനെയായിരിക്കും സാറിന് പറയാവോ? തീർച്ചയായും ഞാൻ നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളിനെ പോലെ നിങ്ങളെല്ലാവരും എന്നെ ഏറ്റെടുക്കുകയായിരുന്നു. കാരണം ഞാൻ അനുഭവിച്ച അനുഭവങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങളാണ് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നി അതിനകത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കന്ന് ആ ഷോയിൽ എൻ്റെ സീസൺ 2 വില്ലൻ എന്ന് പറയുന്ന ടാഗ് എനിക്ക് തന്നെയാണ് തന്നത്. അന്ന് ഞാൻ പറയുകയുണ്ടായി, മറ്റൊന്നും ഞാൻ പറയാറില്ല. ഞാൻ ഒരിക്കലും എന്നെ അങ്ങനെ ബൂസ്റ്റ് ചെയ്തല്ലേ പൊക്കി പറയാം. മറ്റുള്ളവർ പറയുമ്പോൾ കേൾക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ പലപ്പോഴും എന്നെക്കുറിച്ച് നല്ലത് പറയാൻ ആൾക്കാരുടെ എണ്ണം കുറവാണ്. അവർ പബ്ലിക്കായിട്ട് നല്ലത് പറഞ്ഞാൽ ഞാൻ ഇനി പൊങ്ങിപ്പോകുമോ എന്നൊരു പേടിയുണ്ട്. അതുകൊണ്ട് എനിക്ക് പലപ്പോഴും എന്നെക്കുറിച്ച് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ആലുവ മണപ്പുറത്ത് വെച്ച് ദിലീപ് ചേട്ടൻ, സിനിമയിലെ ദിലീപ് ചേട്ടൻ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് നമ്മുടെ PR നമ്മൾ തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ കഴിവുകൾ കാര്യങ്ങൾ ജനങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ പറയുക തന്നെ വേണം എന്ന്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരു വാക്കും കൊടുത്ത് ഒരു പെൺകുട്ടിയെയോ സ്ത്രീയോ പുരുഷനെയോ ഒന്നും ചതിച്ചിട്ടില്ല, ആരും കാത്തിരിപ്പില്ല. അപ്പം ഞാനിപ്പോൾ ബിഗ് ബോസ് റിവ്യൂ ഇടുന്നത് പോലും നീതിപൂർവ്വമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഈ സീസണിൽ വന്നിട്ട് പ്രത്യേകിച്ച് ഒരാളിനെ ആദ്യം പറയാൻ പറ്റിയില്ല. ആദ്യം അനീഷിനോടൊന്നും, അവിടെ പിന്നെ എനിക്ക് കുറേ മാസ്ക് കണ്ടപ്പോൾ അനിമോളുടെ പുറകെ പോയി, പിന്നെ അനിമോളിൽ കുറേ സൂത്രങ്ങൾ കണ്ടപ്പോൾ ആൾ മാറി. ഈ ജന്മത്തിൽ എനിക്ക് കാണാൻ സാധിക്കും വിചാരിച്ചതല്ല. പിന്നെ പറയാനുള്ള കാരണം പിന്നെ പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാറിന്റെ ബിഗ് ബോസിൽ ഞാൻ ബിഗ് ബോസ് വന്നപ്പോ സാറിന്റെ ഇതിൽ ഞാനൊരു ആർമിയില് ഞാൻ അഡ്മിൻ ആയിരുന്നു. ആ സമയത്ത് അതെ ആ സമയത്ത് ഞാൻ അതിൽ പരിചയപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് ഞാൻ നല്ല ഫ്രണ്ട്ഷിപ്പിലായിരുന്നു. അതുകൂടാതെ ആ വ്യക്തി തന്നെ ഇന്ന് എന്റെ ലൈഫ് പാർട്ട്ണറായിട്ട് വരികയാണ്. ഏപ്രിൽ കല്യാണമാണ്. അതൊരു സാറ് ഇൻക്ലൂഡ് ആയതുകൊണ്ട് സാറ് സജിത മാത്രമല്ല, പാലക്കാട് കൽപ്പാത്തിയിലുള്ള ഒരു പെങ്കൊച്ച് അതേ DRK ആർമിയുടെ ഒരു അഡ്മിനെ കല്യാണം കഴിച്ച് അവരിപ്പോൾ ഗൾഫിലാണ്, ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്. ആ പെൺകുട്ടി സിനിമാ നടിയാണ്. അപ്പൊ എന്തായാലും ബിഗ് ബോസ് DRK ആർമിയിലൊക്കെ വന്ന നല്ല മനസ്സുള്ളവർ തമ്മിൽ ഒന്നിച്ച് ചേരുന്നു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര അഭിമാനമാണ്. വാട്സപ്പിൽ സാറിന്റെ നമ്പർ അയച്ചു തരും. അപ്പോൾ വാങ്ങിച്ചോളണം, എന്നിട്ട് എന്നെ കോൺടാക്ട് ചെയ്യണം. നിങ്ങളെ രണ്ടുപേരെയും കാണാം. കല്യാണത്തിന് വരാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നോക്കാം. അപ്പം കാർഡ് എൻ്റെ വാട്സാപ്പിൽ കാർഡ് അയച്ചു തന്നാൽ മതി. വളരെ സന്തോഷം. DRK ആർമി എന്ന് പറയുന്ന അന്നത്തെ കൂടിയവർ ഒന്നിച്ച് കല്യാണം കഴിക്കുന്നു, ജീവിക്കുന്നു, പോകുന്നു എന്നൊക്കെ പറയാൻ വളരെ സന്തോഷം. പുള്ളിയോടും എൻ്റെ അന്വേഷണം പറയുക. തീർച്ചയായും ഞാൻ കല്യാണത്തിന് വരാൻ പറ്റിയാൽ തീർച്ചയായിട്ടും കല്യാണത്തിന് വരാം. ആ കാർഡ് എനിക്കൊന്ന് വാട്സാപ്പ് ചെയ്ത് സാറ് വന്നാൽ വളരെ സന്തോഷം. കാരണം ഞാൻ സാറിനെ കാണുന്ന ഒരിക്കലും വിചാരിച്ചല്ല. സാറിനെ പോലത്തെ ഒരു നല്ലൊരു മനുഷ്യനെ ഞാൻ അവിടെ കണ്ടുമുട്ടിയത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം. പത്മകുമാർ സാറിനോട് എനിക്ക് വളരെ വളരെ നന്ദി പറയാനുണ്ട്. ഞാൻ പേഴ്സണലി പറയാം. കല്യാണം എവിടെ വെച്ചാണ്? സന്തോഷം. പാലക്കാട് വെച്ചിട്ട് തന്നെ. ഒത്തിരി ഇഷ്ടം. താങ്ക് യു സർ. ശരി എന്നാ, താങ്ക് യു. ഒരു അടുത്തൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു രേണുസുതി പോയതിൽ വിഷമിക്കുന്ന ധാരാളം ആൾക്കാരെ ഞങ്ങൾ പബ്ലിക് ഒപ്പീനിയനിൽ കണ്ടു. എന്താണ് അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വോട്ട് ധാരാളമുണ്ട്, എന്നിട്ടും നിങ്ങൾ പുറത്തു പോവുകയാണ് എന്നുള്ളത് അറിയാമെന്ന് പറയുന്നുണ്ട്, എന്നിട്ട് അവർ പുറത്തു പോകുമായിരുന്നു. എന്താണ് രേണുസുതിനെ കുറിച്ചുള്ള അഭിപ്രായം? കിട്ടിയ അവസരം വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ വെളിയിൽ പോയ ആളിനെ കുറിച്ച് എന്ത് പറയാൻ വേണ്ടിയാണ്? എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ബിഗ് ബോസ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ ഒന്ന് വരാനും പെർഫോം ചെയ്യാനും കാത്തിരിക്കുമ്പോൾ കിട്ടിയ അവസരത്തിനെ പല രീതിയിൽ മിസ്യൂസ് ചെയ്ത് അതിനെ കളഞ്ഞിട്ട് പോയി. ഞാൻ എന്താ പറയുക? കാരണം അവരെ അവിടെ ചെന്നിട്ട് ഇതെല്ലാം കൂടെ കണ്ടിട്ട് പേടിച്ചു പോയി എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ രേണുസുതിയുടെ ഒറിജിനൽ സ്വഭാവം, രേണുവിൻ്റെ ഒറിജിനൽ സ്വഭാവം രേണു അവിടെ പുറത്തെടുത്തില്ല. അതുകൊണ്ടാണ് ഇടയ്ക്ക് കിടന്നുറങ്ങുന്നു എന്ന് അനീഷ് പറഞ്ഞപ്പോൾ കൂടെ അലറി വിളിച്ച് തുള്ളിച്ചാടി അലറി വിളിച്ച് ബഹളം വയ്ക്കുന്ന രേണുവിനെ നമ്മൾ കണ്ടു.
ഇതേ ഒറിജിനൽ പല പല സ്വഭാവങ്ങൾ അവിടെ നിന്നിരുന്നെങ്കിൽ രേണുവിൻ്റെ ഒറിജിനൽ ക്യാരക്ടർ പുറത്തു വന്നേനെ. ഈ തൻ്റെ ഒറിജിനൽ അതാണ് ഇടയ്ക്ക് രേണു പറയുന്നത് ഞാൻ കേട്ടത്. ഇനി ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാനല്ലാതായി മാറും എന്ന് പറഞ്ഞാൽ ഈ ആക്രമണം സഹിക്കാൻ പറ്റില്ല. ഞാനായി മാറുമെന്നാ പറയേണ്ടത്. അതെ, ഞാനായി മാറും എന്ന് പറയണ്ടത്. അപ്പോൾ അവിടെ സംഭവിച്ചു. അപ്പം ഞാൻ വിചാരിച്ചത് എന്താണ്, നമ്മൾ ഷോർട്ട് ഫിലിമിലും മ്യൂസിക് ആൽബത്തിലും ഒക്കെ കാണുന്ന അങ്ങനെയുള്ള ഒരു നല്ല ഗെയിമൊക്കെ കളിച്ച് നല്ല രീതിയിലുള്ള പെർഫോമറായിട്ടുള്ള ഒരു രേണുവിനെ അവിടെ കാണുമെന്നാണ് കണ്ടത്. പക്ഷേ രേണു പേടിച്ചു പോയി. രേണു ആ കൺഫ്യൂഷനായിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതായിപ്പോയി. അതോടുകൂടി രേണു ഒന്നും അല്ലാതായിപ്പോയി. കാരണം ജനങ്ങളുടെ ഹൃദയത്തിൽ കുറേ പേര് സംസാരിച്ചപ്പോഴും പറഞ്ഞതാണ്, രേണു സുധീന്ന് ആലോചിച്ചാൽ ബീൻ ബാഗിൽ ഇങ്ങനെ തലയിൽ കൈയും കൊടുത്ത് ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്ന ഒരാളിനെ മാത്രമായിട്ടുമുണ്ട്. പിന്നെ നിലനിർത്തിക്കൊണ്ട് പോയത് എന്തെങ്കിലുമൊക്കെ സാമ്പത്തികം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ള, കാരണം സാമ്പത്തിക പ്രോബ്ലം ആണല്ലോ എല്ലാവർക്കും, പല പല പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് കുറച്ച് സാമ്പത്തികം കിട്ടുകയാണെങ്കിൽ അത്രയും കിട്ടിക്കൊണ്ട് പോട്ടെ എന്ന് ബിഗ് ബോസും വിചാരിച്ചിട്ടുണ്ടാകണം. പക്ഷെ അവര് നല്ലപ്പം പാട്ട് നിർത്തുന്നത് നല്ലതല്ലേ സാറേ? കാരണം എന്നെക്കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച പോലല്ല, എന്നെക്കൊണ്ട് ഇത് മാനസികമായി താങ്ങാൻ കഴിയില്ല. ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ തനി സ്വഭാവം പുറത്തു വരികയും അത് എനിക്ക് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് ഒരാൾ മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം ഇറങ്ങിപ്പോയാലും അത് ബുദ്ധിയല്ലേ? അത് കഴിഞ്ഞിട്ട് അവർക്ക് പിന്നെ ദുബായിലേക്ക് ക്ഷണം കിട്ടി, അബുദാബി പോയി, ബഹ്റൈൻ പോയി, അവർക്കങ്ങനെ ധാരാളം ഇന്നോഗ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടി. സാറേ, നമുക്ക് നമ്മളൊരു പൊതുബോധത്തിൽ, പൊതുസമൂഹത്തിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയത്തിൽ നല്ല പേരിൽ ജീവിക്കുന്നതാണോ നല്ലത്, പലരുടെയും മുന്നിൽ മാസ്ക് ഇട്ടിട്ട് വേറൊരു ലൈഫിൽ അല്ലെങ്കിൽ വേറൊരാളായിട്ട് നിൽക്കുന്നതാണോ നല്ലതെന്ന് കാലം തെളിയിക്കുന്നൊരു സത്യമാണ്. എന്നെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള മാസ്കിംഗ് ഉള്ള ജീവിതം എനിക്ക് വലിയ താല്പര്യമില്ല. എന്നെ സംബന്ധിച്ച് ഓപ്പൺ പുസ്തകമായിട്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ ജെനുവിനായിട്ട് നിന്ന് പോകാനാണ് താല്പര്യം. അതുകൊണ്ട് സീസൺ 2 കണ്ട ഞാൻ തന്നെയാണ് ഇപ്പോഴുള്ളത്. പക്ഷേ ഇനി ഒന്നുകൂടെ സാർ ഓർക്കണം, സീസൺ 2 DRK ആർമി എന്ന് പറയുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ജനങ്ങളെല്ലാം ഈ ആർമികളായി ഫോളോവേഴ്സായിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മെമ്പേഴ്സായി മാറിയത്. സീസൺ 3 ആയപ്പോൾ എന്ത് സംഭവിച്ചു? അവരെൻ്റെ കൂടെ നിന്നോ? ഞാനല്ലല്ലോ മത്സരാർത്ഥി. അവർ തന്നെ പല ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് അവർ ആ മത്സരത്തിലുള്ള മത്സര പങ്കാളി പല മത്സരാർത്ഥികളെ ഇഷ്ടപ്പെട്ട് അതിലോട്ട് പോയത്. സീസൺ 4 ആയപ്പോഴോ അവർ വീണ്ടും ഡിവൈഡ് ചെയ്ത് മാറി. സീസൺ 5 ആയപ്പോഴോ അവർ തന്നെ പലരും പല വഴിയിലോട്ട് ഡിവൈഡ് ചെയ്തു പോയി. അങ്ങനെ സീസൺ 7 വന്ന് നിൽക്കുമ്പോൾ ഇപ്പം എന്നെ തെറി വിളിക്കുന്ന കുറേ പേരും എൻ്റെ പഴയ DRK ആർമിയിലും ഒക്കെ ഉണ്ടായിരുന്ന കുറേ പേര് തന്നെയാണ്. എന്താ കാരണം? അവരിഷ്ടപ്പെടുന്ന ഇന്നത്തെ തലമുറയിലുള്ള അല്ലെങ്കിൽ ഇന്നത്തെ മത്സരാർത്ഥികളിൽ ചിലരെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അവർക്ക് എന്നെ ഉൾക്കൊള്ളാം, കാരണം ഞാൻ അന്നും ഇന്നും ഒരേ ഒരാൾ തന്നെയാണ്. പക്ഷേ ഈ കളിക്കകത്ത് നടക്കുന്ന കള്ളത്തരങ്ങളും സൂത്രത്തരങ്ങളും കുബുദ്ധികളും മാസ്കിങ്ങുകളും ഫേക്കും എത്രയെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ 2 പ്രാവശ്യം ഷോയിൽ പോയ ആളെന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ രേണുവിനോട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ അല്ലാതെ ഒറിജിനലായിട്ട് കൂടുതൽ. പക്ഷേ രേണുസുധിയെ സാറിന് നേരത്തെ അറിയാമായിരുന്നു? അറിയാം, എനിക്ക് നേരത്തെ അറിയായിരുന്നു. അപ്പോൾ രേണുസുധിയെ സാധാരണഗതിയിൽ സപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ സാർ? പക്ഷെ ഞാൻ ആ സപ്പോർട്ട് ചെയ്യാൻ തക്ക രീതിയിൽ ഒരു സാധനവും രേണുവിന് വന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, ബിഗ് ബോസ് കാണുമ്പോൾ ബിഗ് ബോസ് ആയിട്ട് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഞാൻ പാർഷ്യാലിറ്റി ഇല്ല, എന്നെ സംബന്ധിച്ച് എനിക്ക് പാർഷ്യാലിറ്റി ഇല്ല, നീതിപൂർവ്വം ചെയ്യത്തുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.